ഒരു പ്രായോഗികമായ ഒരു ആത്മീയതയുടെ കാലഘട്ടമാണ് ഇതല്ലേ? ഒരു പ്രായോഗികമായ ഒരു ആത്മീയതയുടെ കാലഘട്ടമാണ്. ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താൻ താല്പര്യമില്ല, എന്നാൽ എനിക്ക് ഭക്തിയും ആത്മീയതയൊക്കെ വേണം താനും, അല്ലേ? കുറേ കാലം മുമ്പ് ഒരിടത്ത് ഒരു വ്യക്തി ഭയങ്കര വിശ്വാസിയാണ്. പുള്ളി ഭയങ്കര ദൈവവചനമൊക്കെ അറിയാവുന്ന, ദൈവവചനമൊക്കെ വായിക്കുന്ന ആളാണ്. പുള്ളി എല്ലാവരുടെയും മുമ്പിൽ ഒരു ഭക്തനും വലിയൊരു വിശ്വാസിയൊക്കെയാണ്. പുള്ളി എന്നാൽ സ്ഥിരമായി പുകവലിക്കും. പുകവലിയാണ് പുള്ളിയുടെ പ്രധാനപ്പെട്ട പരിപാടി. ഒരെണ്ണത്തിൽ നിന്ന് അടുത്തതിലേക്കാണ് എത്തിയത്. അപ്പോൾ ഇദ്ദേഹത്തെ കാണുന്ന പലർക്കും ഒരു ബുദ്ധിമുട്ട്. ഇദ്ദേഹം വലിയ ഭക്തനാണ്, ഇദ്ദേഹം വലിയ വിശ്വാസിയാണ്, വചനമൊക്കെ അറിയാവുന്ന ആളാണ്. പക്ഷേ ഈ ബൈബിളും പുകവലിയും തമ്മിൽ ചേർന്ന് പോകുമോ? അതാണ് എല്ലാവരുടെയും ഒരു സന്ദേഹം. ഒരാളെ എന്നിട്ട് ചോദിച്ചു, അപ്പോൾ നിങ്ങൾ വലിയ ഭയങ്കര ആത്മീയ കൃപയുള്ള സുഹൃത്തുള്ള ആളാന്നൊക്കെയാണ് പറയുന്നത്, ബൈബിളൊക്കെ വളരെ പണ്ഡിതമുള്ള ആളാണ്, ഈ പുകവലിയും ബൈബിളും തമ്മിൽ ചേർന്ന് പോവുക, ഇത് ബൈബിളിന് വിരുദ്ധമല്ലേ? അപ്പോൾ പുള്ളിക്കാരൻ പറയാ, വിരുദ്ധമല്ലല്ലോ, ബൈബിളുമായിട്ട് ചേർന്ന് പോകണമല്ലോ, ബൈബിളുമായിട്ട് ചേർന്ന് പോകാത്ത കാര്യങ്ങളൊന്നും സാധാരണ ചെയ്യല്ല. എന്ത് ബൈബിളുമായിട്ട് പുകവലി ചേർന്ന് പോകണം. എടുക്കണ സങ്കീർത്തനം 18:8. സങ്കീർത്തനം 18:8 എടുത്തപ്പോൾ കാണാം, അവസാന നാളിൽ കർത്താവിൻ്റെ ദൂതൻ വായിൽ തീയും മൂക്കിൽ പുകയുമായി വരും. ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് പ്രകാരമാണ്, ഒരു പ്രായോഗികതയുടെ ആത്മീയതയെ തേടുന്നവരാണ് നമ്മൾ, അല്ലേ? നമ്മുടെ കയ്യിലുള്ള ഒന്നും വിടാൻ നമുക്ക് താല്പര്യമില്ല, എന്നാൽ നമുക്ക് ഭക്തരാകണം, വിശ്വാസിയാകണം, എല്ലാവരുടെയും മുമ്പിൽ അത്യാവശ്യം ഒരു ആത്മീയ പരിവേഷമൊക്കെ നമുക്ക് വേണം. ഇത് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം. പ്രിയപ്പെട്ടവർ, എന്നാൽ ദൈവം നമ്മളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്, ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ദൈവം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതുപോലെ തിരിച്ചു പോകാനല്ല. ഒത്തിരിയേറെ വ്യത്യസ്തമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് കർത്താവ് ഇങ്ങോട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് വന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം, ബുക്ക് ഓഫ് ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേർഡ് 1. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, സ്വാതന്ത്ര്യത്തിലേക്ക് യേശു ക്രിസ്തു നിങ്ങളെ വിമോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്വത്തിന്റെ ആ പഴയ നുഖത്തിലേക്ക് നിങ്ങൾ വീണ്ടും തിരിച്ചു പോകരുത്. എത്ര ഹൃദയസ്പർശിയായ വാക്കാണ്. യേശു ക്രിസ്തു നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് വിമോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്ഥിരതയോടെ നിൽക്കണം. ഇപ്പോൾ കിട്ടിയ ഈ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കണം. അടിമത്വത്തിന്റെ ആ പഴയ നുഖം, ആ കാലം, നമ്മുടെയൊക്കെ ഒരു ഇന്നലെ ഉണ്ടല്ലേ? നമുക്ക് എല്ലാവർക്കും ഇപ്പം ഇവിടെ ഇരുന്നോട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഇന്നലെയുണ്ട്. ആകെ അറപ്പും വെറുപ്പൊക്കെ തോന്നുന്നൊരു ഇന്നലെയുണ്ട്. നമ്മൾ കടന്നു വന്ന വഴിയാണ്. ഈ ധ്യാനത്തിൽ വെച്ച് നമ്മളൊരു കുമ്പസാരത്തിലൂടെ അതെല്ലാം കളഞ്ഞു. അതിനെക്കുറിച്ച് ഓർക്കാൻ പോലും ഇപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് നിറഞ്ഞൊരു ഓർമ്മയാണത് കഴിഞ്ഞ കാലത്തെ. വചനം പറയുകയാണ്, കഴിഞ്ഞ ആ ഒരു കാലം, നിങ്ങളെ അടിമപ്പെടുത്തിയ, നിങ്ങളെ വളരെയേറെ ദുഷിപ്പിച്ച കാലം, ആ കാലത്തേക്ക് നിങ്ങൾ ഒരിക്കലും തിരിച്ച് പോകരുത്. അപ്പോൾ പ്രിയപ്പെട്ടവർ, നമുക്ക് വേണ്ടത് ഒരു നിലനിൽക്കുന്ന ആത്മീയതയാണ്. ഉപരിതല സ്പർശിയായ ഒരു ആത്മീയതയല്ല, പുറംപൂച്ചായ ഒരു ആത്മീയതയല്ല, നേരെ മറിച്ച് ഹൃദയപരമായ ഒരു പരിവർത്തനം നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ടവർ, അതത്ര എളുപ്പമുള്ള കാര്യമാണോ? അല്ല, എളുപ്പമുള്ള കാര്യമല്ല, ഒത്തിരി ശ്രമകരമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ഉള്ളിൻ്റെ ഉള്ളിൽ അതിനുവേണ്ടി ശരിക്കും ഒരു നിർബന്ധ ബുദ്ധി എടുക്കണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സമര പ്രഖ്യാപനം തന്നെ നടത്തണം. തീവ്രമായ ഒരു ആഗ്രഹവും വല്ലാത്തൊരു സമരവീര്യവും നമുക്കുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് സാധ്യമാണ്. നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ജീവിക്കാൻ പറ്റും. ഒരു ദൈവകൃപയോട് കൂടി ചേർന്ന് ഒരു ഉത്തരവാദിത്വ ബോധമുള്ള മകൻ, ഒരു നല്ല ഒരു ചേട്ടൻ, നല്ലൊരു ചേച്ചി, നല്ലൊരു അയൽവാസി, നല്ലൊരു വിദ്യാർത്ഥി ഒക്കെ ആകാൻ നമുക്ക് പറ്റും. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ഒരു പരിവർത്തനം. ഇന്നലകളിൽ നമ്മളെ അനുധാവനം ചെയ്ത, ഇന്നലകളിൽ നമ്മളെ ചൂഴ്ന്നുനിന്ന ഒത്തിരിയേറെ ദുശീലങ്ങൾ, തടക്കദോഷങ്ങൾ, ശൈലികൾ, എൻ്റെ പഴയത്, അതെല്ലാം മാറി ഒരു പുതുമയെപ്പറ്റി ചിന്തിക്കണം. 2-ാമത്തെ കൊറിന്തോസ് ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വചനം, 2 Corinthians chapter 5 verse 17. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, ഇതാ പഴയത് കടന്നു പോയിരിക്കുന്നു, പിന്നെയോ പുതിയത് വന്നിരിക്കുന്നു. When anyone is joined to Christ Jesus, he is a new being. The old is gone, new has come. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളോട് പറയുമ്പം എനിക്ക് എൻ്റെ ഉള്ളില്ലാത്ത എന്തെങ്കിലും നിങ്ങളോട് പറയാൻ പറ്റുമോ? എനിക്കില്ലാത്ത എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു പുതിയ സൃഷ്ടിയാകണോ നിങ്ങളോട് പറയുമ്പം എൻ്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പ്രിയപ്പെട്ടവർ, എൻ്റെയൊക്കെ ഒരു കാലഘട്ടം, എൻ്റെ ജീവിത കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കിയാൽ ഒത്തിരി അടിപറ്റിപ്പോയ, നമ്മുടെയൊക്കെ നാടൻ ഭാഷ പറഞ്ഞ ഫ്ലാറ്റായിപ്പോൾ ഒരു ജീവിതക്കാരനാണ് ഞാനൊക്കെ. ഒത്തിരി താഴെ പോയ ആളാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഇവിടെ ഈ കുട്ടികളൊക്കെ കയറി ഇവിടെ ഒന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ദൈവമേ നല്ല സുന്ദരികളായ കുട്ടികൾ, പെൺകുട്ടികൾ നല്ല സുന്ദരികളൊക്കെയാണ്. ഞാൻ ചിന്തിക്കുകയാണ്, ഒരു 25 വർഷങ്ങൾക്കപ്പുറമൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ ഇപ്പം ഞാൻ എങ്ങനെയായിരിക്കും നിൽക്കുക? ഞാനിങ്ങനെ മനസ്സോട് ചിന്തിക്കായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവാനുഭവത്തിലേക്ക് വരുന്നതിനും എനിക്ക് ഒട്ടും പറ്റുമായിരുന്നില്ല.
ഇന്ന് ഞാൻ പറയുന്നു, യെസ്, ഞാൻ മാറിയിരിക്കുന്നു, എൻ്റെ യേശു എന്നെ മാറ്റിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു മാറ്റമാണ്, ഇതൊരു സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സ്വാതന്ത്ര്യത്തിലേക്ക് യേശു ക്രിസ്തു നിങ്ങളെ വിമോചിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കണം. അടിമത്തത്തിന്റെ ആ പഴയ കാലം അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകരുത്. പ്രിയപ്പെട്ടവരെ, ഒരു ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ദൈവത്തിന്റെ കൃപയെപ്പറ്റി തിരിച്ചറിയാൻ പറ്റി. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അർത്ഥം തിരിച്ചറിയാൻ പറ്റി. ദൈവത്തിന്റെ കൃപ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ഒരു വ്യക്തത കിട്ടിയപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഇന്നലെ അവർ ജീവിച്ച പക്ക പന്നിയെ പോലെ ഇനി ഒരു മനുഷ്യനെ പോലെ ജീവിക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ പോലെ ജീവിക്കണം തോന്നി. ഞാൻ ആദ്യ ധ്യാനം കഴിഞ്ഞ് ആദ്യ ദിവസം വീട്ടിൽ നിന്നപ്പോൾ തന്നെ എൻ്റെ ശരീരം എന്നെ പ്രലോഭിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് ചില ശീലങ്ങൾ ചെയ്ത് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ കട്ടിൽ നിന്നും ബെഡെടുത്ത് മാറ്റി പലകെ കിടന്നു, രക്ഷയില്ല. ആ പലകെ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് കിട്ടിയ ഒരു കൃപയുണ്ട്, അത് കളയാതെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ അനുവദിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എവിടെ പിന്നെയും എൻ്റെ ശരീരം എന്നെ പ്രലോഭിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്പനേരം കഴിഞ്ഞത് എനിക്ക് മുട്ട നിന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. മുട്ട നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ടും എൻ്റെ ശരീരം എന്നെ ബലഹീനമാക്കുകയാണ്. കെട്ടിടം പണിയാൻ വേണ്ടി കൊണ്ടുവന്നിട്ട മണൽ കിടപ്പുണ്ട്, ആ മണൽ വാരി വിരിച്ച് മുട്ട നിന്നു. അല്പം ത്യാഗത്തോടെ ആകാം പ്രാർത്ഥന, എന്നിട്ടും രക്ഷയില്ല. ആ രാത്രിയിൽ എൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ഞാൻ ചെയ്തെന്നറിയോ, 3/4 ഇഞ്ച് കനമുള്ള മിറ്റില്, 3/4 ഇഞ്ച് കനമുള്ള കൂർത്ത മിറ്റിന് കൊണ്ട് അങ്ങോട്ട് നിരത്തി, എന്നിട്ട് മുട്ടയിലേക്ക് അങ്ങ് നിന്നു. ദൈവമേ, എനിക്ക് എൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്താനുള്ള കൃപ തരണം. എനിക്ക് മനുഷ്യനെ പോലെ ജീവിക്കണം. ഇന്നലെ വരെ ഞാൻ ജീവിച്ചത് ഏറ്റവും നികൃഷ്ടനായിട്ടാണ്. ഇനി എനിക്കൊരു മനുഷ്യനെ പോലെ ജീവിക്കണം. കൃപ തരണം. എൻ്റെ കാലിൽ ആ മുറ്റിൽ കൊണ്ടുകയറി രക്തം പൊടിഞ്ഞു ആ രാത്രിയിൽ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ഞാൻ ഒരു വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടങ്ങളിലൊക്കെ എവിടെ പോയാലും എൻ്റെ ബാഗിൽ ഒരു പ്ലാസ്റ്റിക് കവർ നിറച്ച മിറ്റിലുണ്ടാവും. ചിലവരെ ഇതെന്താ മിച്ചറാണ് എടുത്ത് തിന്നാം. മിച്ചറല്ല, മിറ്റില. ആ മിറ്റിൽ എപ്പോഴും എൻ്റെ ബാഗിൻ്റെ അത് ഞാൻ സ്വകാര്യമായി സൂക്ഷിച്ചിരിക്കും. എൻ്റെ ജീവിതത്തിലെ ബലഹീന സമയങ്ങളിലൊക്കെ എടുക്കും. പ്രിയപ്പെട്ടവരെ, 15 വർഷക്കാലം മാംസം കൂട്ടാതെ ഞാൻ ജീവിച്ചു. എനിക്കൊരു ഡയറ്റിങ് ആവശ്യമായിരുന്നു. കാരണം എൻ്റെ ശരീരത്തെ ദൈവകൃപയോട് ചേർത്ത് പിടിക്കാൻ എനിക്കൊരു ഡയറ്റിങ് ആവശ്യമായിരുന്നു. 15 വർഷക്കാലം ഇറച്ചിയും അങ്ങനെയുള്ള ഭാഗങ്ങൾ കഴിക്കാതെ ജീവിച്ചു. പ്രിയപ്പെട്ടവർ, നിരന്തരമായി പ്രാർത്ഥിക്കുകയും ഉപവാസമെടുക്കുകയും കൃത്യമായ ഒരു ആത്മീയ നിഷ്ഠയോടുള്ള കുമ്പസാരം, കൃത്യസമയത്ത് പോയി കുമ്പസാരിക്കും. ഒരു ചെറിയ തെറ്റ് ജീവിതത്തിലേക്ക് വന്നാൽ അന്നേരം ഓടിയാണ് ഞാൻ കുമ്പസാരത്തിൻ്റെ വേദിയിലേക്ക്. ഇങ്ങനെ അടുക്കും ചുറ്റോടും കൂടിയുള്ള ഒരു വലിയ ആഗ്രഹവും ഒരു പരിശ്രമവും കൂടെ ഉണ്ടായപ്പോൾ കഴിഞ്ഞ 25 വർഷക്കാലമായി എനിക്ക് ആത്മീയ നിൽക്കാൻ പറ്റും. പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവർക്കും പറ്റും. പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും പറ്റും. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യനെ പോലെ ജീവിക്കണം, നന്നായിട്ട് ജീവിക്കണം, ഒക്കെ നമ്മുടെ ആഗ്രഹമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ പ്രാർത്ഥനയുടെ സ്വസ്ഥമായ കൂടാരം വിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളെ തേടി പ്രലോഭനങ്ങൾ വരും. സംശയം വേണ്ട. അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ വ്യക്തമായ ഒരു ടൈം ടേബിൾ വേണം. നമുക്ക് വ്യക്തമായ ഒരു ആഗ്രഹവും പ്രതീക്ഷയും പ്രാർത്ഥനയും ഒരു ത്യാഗവും അല്ല, ഒരു സമരവും തന്നെ നമുക്ക് വേണ്ടി വരും. നമ്മൾ കാണുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം അധ്യായം 1 വാക്യം 12. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവനെ സ്വീകരിച്ചവർക്ക് അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് അവനൊരു കഴിവ് കൊടുത്തു. എങ്ങനെയുള്ള കഴിവാണത്? ദൈവമക്കളെ പോലെ ജീവിക്കാനുള്ള കഴിവ്. ഇതെൻ്റെ ജീവിതമാണ്. ഞാൻ ആ ധ്യാനത്തിൽ വെച്ച് യേശുവിനെ സ്വീകരിച്ചു. യെസ് കർത്താവേ, ഞാൻ പറയുന്നു, യു ആർ മൈ ലോർഡ്, യു ആർ മൈ സേവിയർ, യു ആർ മൈ ഗോഡ്, യു ആർ മൈ ഓൾ. കർത്താവേ, ഞാൻ ആശ്രയിച്ചു കേട്ടോ. അത് നമ്മുടെ കാര്യം വളരെ ദയനീയമാണ്. കാരണം അത്ര പോക്കാ. എല്ലാവരുടെയും മുമ്പിൽ പുറംപൂച്ചായിട്ടൊരു മുഖംമൂടിയൊക്കെ ഇട്ട് കുറേ കാലമൊക്കെ ജീവിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളു വല്ലാണ്ട് ദുഷിച്ചതാ. എനിക്ക് ജീവിക്കണം ആഗ്രഹമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു, അവനെ സ്വീകരിച്ച് കർത്താവ് ഞാൻ സ്വീകരിക്കുന്നു, നിന്റെ രക്ഷിതാവായിട്ട്, നാഥനായിട്ട്, എൻ്റെ ശരീരത്തിൻ്റെ നാഥൻ, എൻ്റെ വികാരങ്ങളുടെ മേലുള്ള അധികാരി കർത്താവ് നീയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും, കഴിഞ്ഞ 25 വർഷക്കാലം വളരെ നല്ല രീതിയിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട്, ഒരു നല്ല ദൈവമകനായിട്ട് ജീവിക്കാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവർ, ഇതെല്ലാവർക്കും സാധിക്കും, നമുക്ക് എല്ലാവർക്കും സാധിക്കും. നമ്മൾ ബൈബിളിലേക്ക് ദൈവം കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആരെല്ലാം കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടോ, കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് അനുഗ്രഹം മേടിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന പലരുമുണ്ട്. അവർക്ക് വല്ലതും കൈ കിട്ടി എന്നുള്ളത് മിച്ചം, ജീവിതമൊന്നും മാറിയില്ല. കർത്താവിൻ്റെ അടുക്കൽ കാര്യം കാണാൻ വേണ്ടി വന്നവര് കാര്യം കണ്ട് തിരിച്ചുപോയി എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ ജീവിതം മാറാൻ വേണ്ടി ആഗ്രഹിച്ചു വന്ന വ്യക്തികളെ കർത്താവ് തകിടം മറിച്ചു. അത്ഭുതകരമായിട്ട് ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്തിനുള്ളിൽ, ഒരു വേരളഞ്ഞൊടിക്കുന്ന സമയത്തിനുള്ളിൽ ആളുകൾ മലക്കം പറഞ്ഞു. ഈ ഒരു മാജിക്ക് യേശുവിൽ മാത്രം കാണുന്ന കാര്യമാണ്. ആർക്കും അത് വിശദീകരിക്കാൻ പറ്റത്തില്ല. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, ചില ആൾക്കാരൊക്കെ കർത്താവിൻ്റെ അടുക്കൽ വരുന്നുണ്ട്. കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് നിമിഷ നേരം കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം മാറി മറിഞ്ഞു. അവരൊരു പുതിയ ശൈലിയുമായിട്ട്, ഒരു പുതിയ വ്യക്തിയുമായിട്ട് അവർ തിരിച്ചു പോവുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഓടിച്ചുകൊണ്ടിരുന്നൊരു പെണ്ണുണ്ട്, ഓടിച്ചുകൊണ്ടിരുന്നൊരു പെണ്ണ് അല്ലേ? ആരാണത്? ഒരു വ്യഭിചാരിണിയാണ്. നമുക്കറിയാം,
ഈ ഈശോയുടെ കാലഘട്ടത്തിലെ ആ ഒരു മതപശ്ചാത്തലമൊക്കെ പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. അവിടെ കാർക്കശ്യമായ ഒരു നിയമമുണ്ട്. എന്താണ് നിയമം? വ്യഭിചാരം ചെയ്താൽ എന്ത് ചെയ്യും? കല്ലെറിഞ്ഞു. ഒരു സംശയമില്ല അക്കാര്യത്തിൽ. ഒരു വിട്ടുവീഴ്ച ആരും ചെയ്യുന്ന സമയമല്ല, കാലമല്ല. ഏതെങ്കിലും ഒരു വ്യക്തി എവിടെയെങ്കിലും വെച്ച് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ അത് കാണാൻ വേണ്ടി ഒരു ദൃക്സാക്ഷി ഉണ്ടായാൽ, ആ ദൃക്സാക്ഷി എല്ലാവരുടെയും മുമ്പിൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ, ആ വ്യക്തി ഇനി അനുഭവിക്കാൻ പോകുന്നത് കിരാതമായൊരു കൊലപാതകമാണ് നേരിടാൻ വേണ്ടി പോകുന്നത്. എല്ലാവരുടെ കൊണ്ടുവന്നിട്ട് കല്ലെറിഞ്ഞു കൊല്ലും. ഇത്രയും കാർക്കശ്യമായൊരു നിയമം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ദിവസം ഒരു കാര്യം സംഭവിച്ചു. സാധാരണഗതിയിൽ ഇത്രയും കാർക്കശ്യമായ നിയമം ഉള്ളിടത്ത് ആരെങ്കിലും ഈ പണിക്ക് പോവുമോ? ആഗ്രഹം ഉണ്ടെങ്കിലും പോവുമോ? കാരണം എന്താ? അറിഞ്ഞ പെശക, ഒരു വിട്ടുവീഴ്ച ആരും ചെയ്യത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇത്രയും കാർക്കശ്യമായൊരു നിയമം ഉള്ളിടത്ത് സാധാരണഗതിയിൽ ആരും ഇങ്ങനത്തെ പണിക്ക് പോകില്ല. എന്നാൽ ഒരിക്കൽ ഒരു സമയത്ത് അവൾ പോയി. എന്തായിരിക്കും കാരണം? ഒന്നെങ്കിൽ പണക്കൊതി മൂലം, അല്ലെങ്കിൽ നിയന്ത്രണമില്ലാത്തൊരു വികാരത്തിന് അടിമയായിരുന്നിരിക്കണം അവൾ. എന്തോ ആവട്ടെ, അവളുടെ ജീവിതത്തിന്റെ പ്രശ്നത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇപ്പൊ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? ഒരിക്കൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, അതാ അവിടെ ഒരുത്തി, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ അവൾ. ഇനി നമ്മൾ കാണാൻ പോകുന്നവർക്ക് ഇപ്പോഴാണ് നമുക്ക് ഒരു സ്ഥലകാല ബോധം ഉണ്ടായത്. അയ്യോ, ഇനി ഒരുപറ്റ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഓടി വരും. ഓടി വന്നിട്ടോ എറിഞ്ഞെറിഞ്ഞ് കൊല്ലും. ജീവൻ പോകാൻ പോവുക. ചാടിപ്പടച്ചെഴുന്നേറ്റു. ഇനി ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു പരക്കം പാച്ചുള്ള ഒരൊറ്റ ഓട്ടമാണ്, ഓടുകയാണ്. ഓടി 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 അവൾ കതച്ചു. ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എല്ലാ ഊടുവഴികളിലൂടെ കയറി ഇറങ്ങി ഓടി അവൾ അവസാനം ചെന്ന് വീഴുന്നത് ആരുടെ കാൽക്കലാണ്? യേശുവിന്റെ കാൽക്കൽ. ഒരുപക്ഷെ എന്തുകൊണ്ടാണ് അവൾ യേശുവിന്റെ കാൽക്കൽ ഒന്ന് വീഴാൻ കാരണം? ഒരുപക്ഷെ അതിനൊരു കാരണമൊക്കെ നമുക്ക് വേണ്ട മനസ്സിൽ ഭാവന കാണാം. കഴിഞ്ഞ ദിവസം യേശു പ്രസംഗിക്കുന്നത് അവൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ പാപത്തെ വെറുക്കുന്നു, എന്നാൽ പാപിയെ സ്നേഹിക്കുന്നു. ഞാൻ ലോകത്തിലേക്ക് വന്നത് നീതിമാന്മാരെ തേടിയല്ല, പിന്നെ ആരെ തേടിയാണ്? ഒരുപക്ഷെ ഈ വാക്ക് അവൾ കേട്ടിട്ടുണ്ടാവണം. അതുകൊണ്ടായി ഏതായാലും അവൾ കാൽക്കലേക്ക് ഒന്ന് വീഴുക. പ്രിയപ്പെട്ടവർ, ഇനിയാണ് വളരെ സന്നിഗ്ധമായ ഒരു സമയം. ആ നാട്ടിലെ മതപ്രമാണികൾ അവൾക്കെതിര്, സാമൂഹ്യ പ്രവർത്തകർ അവർക്കെതിര്, ആ നാട്ടിലെ പൊതുജനം മുഴുവനെതിര്, ആ നാട്ടിലെ ജനമനസാക്ഷി മുഴുവൻ അവൾക്കെതിര്. എല്ലാവരും ഒന്നടങ്കം ചോദിക്കുകയാണ്, കൊടുക്കട്ടെ ഇവക്കിട്ട് ആദ്യത്തെ ഏറ്. ഭൂരിപക്ഷവും അവൾക്കെതിരാണ്. ഒരാൾ പോലും അവിടെ കൂടെ ഇല്ല. ഇവിടെ യേശുവിന് അവളുടെ കൂട്ടത്തിൽ കൂടിയിട്ട് എന്ത് കാര്യം? ഒരു പ്രായോഗികതയെക്കുറിച്ച് ചിന്തിക്കുക. ഒരു സമൂഹവും മതവും മതാധികാരികളും അധികാരികളും ജനപ്രതിനിധികളൊക്കെ അവൾക്കെതിരാണ്. ഇവിടെ യേശുവിന് അവിടെ കൂട്ടത്തിൽ കൂടിയിട്ട് എന്ത് കാര്യം? എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാ? ഇവിടെ യേശുവിന് അവിടെ കൂട്ടത്തിൽ കൂടിയിട്ട് അവിടെ പക്ഷം പിടിച്ചിട്ട് അവിടെ കൂടെ വന്നിട്ട് എന്ത് കിട്ടാനാ? ആർക്കും വേണ്ടാത്തൊരു വഴിവിട്ട സാധനം അതിൻ്റെ കൂട്ടത്തിൽ കൂടിയിട്ട് എന്ത് കിട്ടാനാ? പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മൾ കേൾക്കണം, യേശു അവൾക്ക് വേണ്ടി വാദിച്ചു. യേശു അവൾക്ക് വേണ്ടി വാദിക്കുകയാണ്. യേശു പറയാണ്, ആർക്കൊണ്ട് ഇവിടെ കല്ലെറിയാനുള്ള യോഗ്യത? യേശു അവൾക്ക് വേണ്ടി വാദിക്കുക. നോക്കണേ, മതാധികാരികള്, സമുദായത്തിലെ ആൾക്കാര്, സമൂഹത്തിലെ ഉന്നതന്മാര് എല്ലാവരും അവൾക്കെതിരെ ഒറ്റ അഭിപ്രായത്തിൽ നിൽക്കുക. യേശു അവൾക്ക് വേണ്ടി വാദിച്ചു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വീണ്ടെടുക്കലാണ്. ഒരു 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 എന്താ പറയുന്നത്, ഒരു വട്ടം തിരിയുന്ന ഒരു ജീവിതമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അവളെ യേശു വീണ്ടെടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, മകളെ, നീ വളരെ വിഷമിച്ചാവുന്നേ, സമാധാനത്തോടെ പൊക്കോ. കണ്ടോ, ഒരു പുതിയ ജീവിതം അവൾക്ക് കിട്ടി. അവൾ വന്നത് ഒരു പ്രത്യേക പരുവത്തിൽ, അവൾ പോയതോ ഒരു പുതിയ വ്യക്തിയായിട്ട്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വന്നതുപോലെ പോയിട്ട് കാര്യമില്ല. കർത്താവിൻ്റെ അടുക്കൽ വന്ന അവള് ഒരു കോയിൻ ടോസ് ചെയ്ത സമയത്തിനുള്ളിൽ, ഒരു വിരൽ ഞൊടിക്കുന്ന സമയത്തിനുള്ളിൽ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറി. ഇന്നലെ വരെ വികാരം കൊണ്ട് ജ്വലിച്ച ഒരു സ്ത്രീ ഇത്രയും കാർക്കശ്യമായ ഒരു നിയമമുള്ളിടത്ത് എന്തിനു വിളി പണി ചെയ്തു? അത്രയ്ക്കും വഴിവിട്ടു തരംതാന്നു എന്ന് വേണം വിചാരിക്കാൻ. അങ്ങനെയുള്ള പെണ്ണ് അവിടെ കർത്താവിനെ അടയ്ക്കുന്ന ഒരു പുതിയ വ്യക്തിയായി. അതാണ് പറഞ്ഞത്, യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ഞങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ ഞങ്ങൾ അനുദിനം കാണുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെയാണ്. പക്ഷേ എത്ര അത്ഭുതം എന്ന് പറയട്ടെ പ്രിയപ്പെട്ടവർ, എത്ര പെട്ടെന്ന് ചില ആൾക്കാർ മാറിപ്പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ചേട്ടാ ഒരു വീട്ടിലേക്ക് വരണം, വീട്ടിൽ വന്നേ പറ്റും. വന്നില്ലെങ്കിൽ പറ്റത്തില്ല. ഞാൻ ചോദിച്ചാൽ എന്താ നമ്മളെ പ്രശ്നം? ചേട്ടാ വരണം, വളരെ പ്രശ്നമാണ്, എൻ്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയാണ് ചേട്ടനെ വിളിക്കുന്നത്, ചേട്ടൻ എങ്ങനെയെങ്കിലും വരാൻ പറയണം. ഞാൻ ബന്ധപ്പെട്ട് ഒരു 10-30 കിലോമീറ്റർ യാത്ര ചെയ്ത് ആ കുട്ടിയുടെ അടുത്തെത്തി. എന്തിനാ മോളെ എന്നെ വിളിച്ചേ? കൂടുതൽ സംസാരിക്കാൻ സമയം കിട്ടില്ല, നീ ചുമ്മാ വിളിക്കലെന്ന് എനിക്കറിയാം. എന്തിനാ വിളിച്ചേ? ചേട്ടാ എൻ്റെ കൂടെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടി, ഇനി പരീക്ഷയ്ക്ക് 12 ദിവസമുള്ളൂ, 12 ദിവസം മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ, നന്നായിട്ട് പഠിച്ചൊരുങ്ങിയിട്ടുണ്ട് ആ കുട്ടി. ചേട്ടാ, ആ കുട്ടിയുടെ വീട്ടിലൊരു ദുരന്തമുണ്ടായി. എന്താണ്? 2 മക്കളാണ്, ഒരാണും പെണ്ണും. ഇളയത് ഇവള്, മൂത്തൊരു ചേട്ടായി ഉണ്ട്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ദയനീയം എന്ന് പറയട്ടെ, ആ വീട്ടിൽ ആ ചേട്ടായിയും അവളുടെ അച്ചാച്ചനും തമ്മിൽ ഒന്ന് ശത്രുതയിലാണ്, എന്നും വാക്കേറ്റവും വഴക്കുമാണ്. അത് അവൻ വലുതായ കാലം മുതൽ അങ്ങനെയാണ്. എന്താണെന്ന് എൻ്റെ കാരണമെന്ന് അറിയത്തില്ല. എന്ന് വാക്കേറ്റം ഉണ്ടാകും, ചീത്തവിളി, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം, കയ്യാങ്കളിയൊന്നും ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം
ഈ ചെറുപ്പക്കാരൻ അല്പം മദ്യപിച്ചാണ് വീട്ടിലേക്ക് കയറി വന്നത്. അത് അപ്പന് ഇഷ്ടപ്പെട്ടില്ല. അപ്പനുമായ ഒരു വാഗ്വാദം. ഈ വാഗ്വാദത്തെ തുടർന്ന് അപ്പൻ തറുതല പറഞ്ഞപ്പോൾ മോനിട്ട് കൊടുത്തു ഒരെണ്ണം. അടി അവന് സഹിച്ചില്ല. ആ ലഹരിയും കൂടി ആയപ്പോൾ എന്തെന്നറിയാമോ, അപ്പനെ ഭിത്തിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് അടിവയറിന് മുട്ടുകാലുകൊണ്ടൊരു താങ്ങ് വെച്ചു കൊടുത്തു. അപ്പന് സഹിക്കാൻ പറ്റിയില്ല. ഇനി നടന്നാണ് ഏറ്റവും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം. അപ്പം നേരെ അടുക്കളയിലേക്ക് ഓടി ഒരു വെട്ടുകത്തിയാണ് കൈക്കിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. വന്നത് ഒറ്റ വെട്ട, കൈ കൊണ്ടൊരു തടച്ചിലാണ് മോൻ. ഈ കൈ ഇവിടുന്ന് അരിഞ്ഞു തൂങ്ങി താഴേക്ക് പോയി. നിലത്തേക്കിരുന്ന മകനിട്ട് അടുത്ത വെട്ട് കഴുത്തിന് വെട്ടി അറുത്തു മാറ്റിയെന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇനി ആ വീടൊരു എന്താ പറയുന്നത്, നമുക്ക് ആ വീട്ടിലെ കാലാവസ്ഥയെ പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. വളരെ ദയനീയമായൊരു സംഭവം. ആൾക്കാരെല്ലാം ഓടി വന്നു, അപ്പനെ പിടിച്ച് തങ്ങ കെട്ടി, പോലീസ് വന്നു, കേസായി. ഇപ്പോഴത്തെ ആ വീട്ടിലെ പ്രശ്നമുണ്ട്. രണ്ടുപേരവിടെയുണ്ട്. ആരാണ്? ഒന്ന് ആ വീട്ടിലെ അമ്മ, മറ്റൊന്ന് ആ വീട്ടിലെ ഞാനീ പറഞ്ഞ കുട്ടി. ഒരെണ്ണം 6 അടി മണ്ണിന്റെ കവറിലേക്ക് അടക്കപ്പെട്ടപ്പോൾ വീട്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആള് ഇരുമ്പഴിക്കുള്ളിലേക്ക് പോയി. എങ്ങനെ സഹിക്കവര്? ഇതാണ് അവിടുത്തെ പ്രശ്നം. ഈ സംഭവം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ കുട്ടി എന്നെ വിളിക്കും, ചേട്ടാ വന്നേ പറ്റൂ, എങ്ങനെയും വന്നേ പറ്റൂ, നമുക്ക് ആ കുട്ടി ഒന്നും സഹായിക്കണം. അവിടെ പരീക്ഷ കേട്ടോ, ഇത്രയും കാലം അവൾ ഒരുങ്ങാൻ വേണ്ടി ഇരുന്ന പരീക്ഷ, 12 ദിവസമുള്ള പരീക്ഷയ്ക്ക്. ചേട്ടാ എങ്ങനെയും ഒന്ന് സഹായിച്ചേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ചൊല്ലുകയാണ് അവളോട് കൂടെ ആ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഈ സ്ത്രീയെ 2-3 പേർ ചേർന്ന് ഇങ്ങനെ പിടിച്ച് മുറിക്കാതെ വെച്ചിട്ടുണ്ട്. ആ വീട്ടിലെ അമ്മ അലമുറയിട്ട് കരയാണ്. ഒച്ചയൊന്നുമില്ല, കരഞ്ഞ് ഒച്ചയൊക്കെ തീർന്നു, ഒരു ഞരക്കം മാത്രമേ കേൾക്കാനുള്ളൂ. ഇങ്ങനെ വളരെ ദയനീയമായി നിൽക്കുന്ന ആ അമ്മ നമുക്ക് പിന്നെ സഹിക്കാം. ആ വീട്ടിൽ അധികം ബന്ധുക്കളൊന്നുമില്ല. ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ടായ വീട്ടിൽ ബന്ധുക്കൾ അധികം തങ്ങാൻ സാധ്യതയില്ല. അയൽവാസികളും അതുപോലെ തന്നെ. അവരുടെ ഏറ്റവും അടുത്തുള്ള 1-2 സ്ത്രീകൾ മാത്രമുണ്ട് ആ വീട്ടിൽ. എന്നെ ആ കുട്ടി മുറിക്കകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാനവിടെ ചൊല്ലുമ്പോൾ കാണുന്ന കാഴ്ച, പ്രിയപ്പെട്ടവരെ, നിലത്ത് കുത്തിയിരിക്കുക. നിലത്ത്, ബെഡിലും കസേരയിലൊന്നുമല്ല, നിലത്ത് കുത്തിയിരിക്കുകയാണ്. നിലത്ത് കുത്തിയിരുന്നിട്ട് 2 മുട്ടിനിടയിലേക്കും തലയങ്ങോട്ട് കുനിച്ചു വെച്ചിട്ടിരിക്കുകയാണ്, മുടിയൊക്കെ പടത്തിയിട്ട്. അവൾ പറഞ്ഞനുസരിച്ച് ഞാൻ ആ കുട്ടിയുടെ പേര് മനസ്സിലാക്കി. ഞാൻ പേരൊന്ന് വിളിച്ചു. എന്നെ മുകളിലേക്ക് എന്നെ തല ഉയർത്തി നോക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് നേരിടാൻ പറ്റില്ല. ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കുക കുട്ടിയോട്? ചില ആൾക്കാർക്ക് പറയും, അവളെ ഇതിനേക്കാളും വലുതെന്തോ വരാനിരുന്നതാ, ഇത്രയും കൊണ്ടങ്ങ് തീർന്നു പോയല്ലോ. അങ്ങനെ പറയാൻ പറ്റുമോ എനിക്ക്? ചില ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, ചില മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരൊക്കെ. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? പ്രിയപ്പെട്ടവർ, എനിക്കൊരു അരമണിക്കൂറത്തേക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ ദയനീയാവസ്ഥ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എന്താ പ്രശ്നം? ഒരു അരമണിക്കൂർ നേരത്തേക്ക് എനിക്കൊന്നും പറയാൻ കിട്ടിയില്ല. മറ്റൊരു സമയത്ത് ഞാൻ ബന്ധപ്പെട്ട് എന്തോ പറഞ്ഞു, ഡു നോട്ട് ബി വറീഡ് ആൻഡ് അപ്സെറ്റ്, ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ബിലീവ് ആൾസോ ഇൻ മീ. ഈശോൻ്റെ കൂടെ. മോളെ, ഈശോ, നീ ഇപ്പോൾ വേറൊരിടത്തേക്ക് നോക്കരുത്, ഈശോയുടെ മുഖത്തേക്ക് നോക്കണം. പരീക്ഷ എഴുതണം. നീ ഇവിടെ പറയാൻ പറ്റും തോന്നില്ല. ഞാൻ പറ്റണം മോളെ, പരീക്ഷ എഴുതണം നമുക്ക്. ആ കുട്ടി പരീക്ഷ എഴുതിയില്ലയോ? നിങ്ങൾ പറഞ്ഞു, ആ കുട്ടി പരീക്ഷ എഴുതിയില്ലയോ? പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇതാ പറഞ്ഞത്, അവനെ സ്വീകരിക്കുന്നവർക്ക്, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ ദൈവമക്കളാകാനുള്ള. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നോക്കണേ, കണ്ടു, ആ കുട്ടിയുടെ ജീവിതം മാറുകയാണ്. ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുകയാണ്. എൻ്റെ ഇത്രയും നാളത്തെ അനുഭവത്തിൽ ഞാൻ ശുപാർശ ചെയ്യുകയാണ്. മക്കളെ, നിങ്ങൾ പിടിക്കണം, കയറി പിടിക്കണം. ആരെ? യേശുവിനെ. പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതത്തെ പറ്റി യേശു ഒരിടത്തും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു ധ്യാനം കൂടുന്നതോടെ എല്ലാം സ്മൂത്തായിരിക്കും. ഇനി ഒരു പ്രോബ്ലം നിങ്ങൾക്കുണ്ടാകുകയില്ലെന്ന് ഏതെങ്കിലും വചനത്തിൽ കർത്താവ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞത്, അല്ലേ? ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? ഈ ലോകത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടാവും, ബട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? എന്തു വന്നാലും കർത്താവിനെ നോക്കുക. ഏത് പ്രതികൂലങ്ങളാണെങ്കിലും കർത്താവിനെ പിടിക്കുക. എവിടെയും ഓടി അണയുക കർത്താവിൻ്റെ മുമ്പിലേക്ക്. ഇങ്ങനെ കർത്താവ് ഈ ഒരു ശരണവുമായിട്ട്, ഈ ഒരു ചിന്തയുമായിട്ട്, ഈ ഒരു കൃപയുമായിട്ട്, ഈ ഒരു പുതിയ ശൈലിയുമായിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഞാൻ പറയും, നിങ്ങളുടെ ജീവിതത്തിൽ വിജയിച്ചു. ഞങ്ങൾ ഓരോ ദിവസവും കാണുകയാണ് പ്രിയപ്പെട്ടവർ, ഓരോ ശുശ്രൂഷയിലും കാണുകയാണ്. കുറേ നാൾ മുമ്പ് ഇതുപോലെ തന്നെ മറ്റൊരു ശുശ്രൂഷയിൽ വെച്ച് ഞാൻ കണ്ട ഒരു പെൺകുട്ടി ഏറ്റവും ബാക്കിൽ എന്തോരം പാട്ട് പാടിയിട്ട് എന്തോരം ആക്ഷൻ കാണിച്ചിട്ട് അനക്കമില്ല. ചെട്ടിന്നാണ് സിമെന്റ് പോലെ ഉറച്ചിരിക്കുകയാണ്. അവിടെ ഇരിക്കുകയാണ്, അനക്കമില്ല. ഒരു പ്രത്യേക പരുവത്തിൽ ഇവരെല്ലാം ഇവിടെ കിടന്ന് ആക്ഷൻ പരിപാടിയൊക്കെ നടത്തിയപ്പോഴും ഞാൻ ശ്രദ്ധിച്ച കുട്ടി അനക്കമില്ല. ഇതെന്ത് പാർട്ടി? ഒരു ചിരിയില്ല. ആക്ഷൻ കാണിക്കാൻ കൈ ഇങ്ങനെ അങ്ങനെ കെട്ടി നിൽക്കും. കണ്ണുകളടയ്ക്കാൻ പറഞ്ഞാൽ കണ്ണിങ്ങനെ മിഴിച്ച് നമ്മളെ നോക്കും. കൈവൊക്കെ പറഞ്ഞ കൈ പൊക്കത്തില്ല.
നമുക്കത് വലിയ വിഷമമല്ലേ? ഇത്രയും പേര് ഇതുപോലെ സഹകരിക്കുമ്പോൾ ഒരു കുട്ടി മാത്രം ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞാൽ അതുള്ളിലൊരു പ്രശ്നമാണ്. അങ്ങനെയുള്ളവരുടെ കടുക്കൽ ഞങ്ങൾ ചെല്ലും. ഞാൻ ചെന്നു, എന്തേ നിനക്ക് മാത്രം ഇവിടെ ഒരു പ്രത്യേകത, എല്ലാവരും ഡാൻസ് കളിക്കുകയാണല്ലോ, നിനക്ക് കളിച്ചാൽ എന്താ പ്രശ്നം? മോളെ, ഇവിടെ എല്ലാവരും ആഹ്ലാദിക്കുകയാണല്ലോ, ദൈവത്തെ പ്രകീർത്തിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിച്ച് ആരാധിക്കുകയാണ്, നിനക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തത്? എന്തുകൊണ്ടൊരു ആക്ഷനൊക്കെ ചെയ്തുകൂടാ? കൈയും കാലൊക്കെ എടുത്ത് എനിക്ക് പറ്റുമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞു, മോളെ അങ്ങനെ പറയരുത്, ചെയ്യണം. നമ്മുടെ പ്രശ്നങ്ങളില്ലാത്ത ആരാളല്ലേ? പ്രശ്നമില്ലാത്ത ഒരാളെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന എനിക്ക് പ്രശ്നങ്ങളുണ്ട്. നിങ്ങളോടും ഞാൻ കുട്ടിയോട് പറയും, മോളെ നിന്നോട് സംസാരിക്കുന്ന എൻ്റെ വീട്ടിലും എൻ്റെയും ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നത്തിലുപരി നമ്മൾ കർത്താവിനെ കാണണ്ടേ? അതല്ലേ ജീവിതം. ചേട്ടാ, നിങ്ങളല്ല വേറെ ആരും എന്ന് പറഞ്ഞാലും ശരി, എനിക്കിനി പാടാനും ആടാനും ഇങ്ങനെ ഒന്നും കളിക്കാൻ പറ്റും തോന്നില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയരുത്. അതെന്താ? എന്നെ പറ്റി വല്ലതും അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. അറിഞ്ഞിട്ട് പറ, ഞാനിവിടെ കിടന്ന് ചാടണോ തുള്ളണോ എന്നൊക്കെ. അവൾക്കും പറയാനാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കഥ. എന്താണ് പറയാനുള്ളത്? ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ഒത്തിരി സമാനതകളുള്ള അനുഭവങ്ങളാണ് കൂടുതലും ചെറുപ്പക്കാരുടേത്. അവളുടെ വീട്ടിലും ഇത് പറഞ്ഞ പോലെ രണ്ട് സഹോദരങ്ങളാണ്, ചേട്ടനും ഒരു ചേട്ടായി. ഈ ചേട്ടയുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം കാത്തിരുന്നിട്ട് ഒരു കുട്ടി ഉണ്ടായില്ല. നേർച്ച കാഴ്ചകളുമായിട്ട് അവർ നൊവേന സെൻ്ററുകളൊക്കെ കയറി ഇറങ്ങുകയാണ്, ധ്യാന കേന്ദ്രങ്ങൾ, വചന കൂടാരങ്ങൾ കയറി ഇറങ്ങുകയാണ്. ഇത്രയും കാലമായിട്ടും ഒരു കുഞ്ഞുണ്ടായില്ല. 5 വർഷക്കാലമായി. ഭയങ്കര വിഷമമാണ് ആ വീട്ടിൽ. 5 വർഷക്കാലം കാത്തിരുന്ന് 5ാമത്തെ വർഷം വലിയൊരു അത്ഭുതം. ആ സ്ത്രീ, ഇവളുടെ ചേട്ടായിയുടെ ഭാര്യ, പ്രഗ്നൻ്റായി. കുറേ കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സ് പറയും നല്ല ആരോഗ്യമുള്ളൊരു കുട്ടിയൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ഇച്ചിരി നേരത്തെ ഡെലിവറി നടക്കാൻ സാധ്യതയുണ്ട്, എങ്കിലും പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, വൈദ്യശാസ്ത്രവും ഡോക്ടറൊക്കെ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഒരു ജനനമായിരുന്നു കുഞ്ഞിൻ്റേത്. ഒരു കുഴപ്പവും കൂടാതെ ഡോക്ടർമാരുടെ പ്രവചനങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു 3.5 കിലോ ഭാരമുള്ള ആരോഗ്യമുള്ള ഒരു കുഴപ്പമില്ലാത്തൊരു കുഞ്ഞാണ് ജനിച്ചത്. ആ കുഞ്ഞ് വീട്ടിൽ ജനിച്ചപ്പോൾ തന്നെ അവർക്ക് എല്ലാവർക്കും വലിയ സന്തോഷം. 5 വർഷക്കാലം കാത്തിരുന്നുണ്ടാകുന്ന കൊച്ചല്ലേ? 5 വർഷക്കാലം കാത്തിരുന്നുണ്ടാകുന്ന കൊച്ചിന് ആ വീട്ടിൽ നല്ലൊരു സ്വീകരണം തന്നെ കിട്ടി. എല്ലാവരും കൈ കൊണ്ടുനടക്കുകയാണ്, ലാളിച്ച് കൊഞ്ചിച്ച് ആ കുഞ്ഞിനെ എല്ലാവരും കൈ കൊണ്ടുനടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞിനെ അതുകൊണ്ട് ഒരു വയസ്സ് പ്രായമില്ല, അതുകൊണ്ട് 1 വയസ്സിന് അടുത്ത് പ്രായമുള്ള സമയത്ത് ഇവൾ കോളേജിൽ പഠിക്കുകയാണ്. ഇവളെ എപ്പോൾ വന്നാലും കൊച്ചിനെ എടുക്കണം, കൊഞ്ചിക്കണം, ചിരിക്കണം, കളിക്കണം. അതിവിടെ ഒരു രീതിയാണ്. എപ്പോഴും അങ്ങനെയാണ് ഇവള്. മിക്കവാറും ഇവിടെ ഇല്ല കൊച്ച്, കാരണന്മാർക്ക് പോലും കൊടുക്കത്തില്ല, ഇവൾ അതുപോലെ കൊണ്ടുനടക്കുകയാണ്. അന്ന് ഇവൾ കോളേജ് വിട്ട് വന്നപ്പോൾ കൊച്ച് തൊട്ടിക്കിടന്നുറങ്ങുവാണ്. ഇവൾ നേരെ ചെന്നു, ചേച്ചി കൊച്ചെന്ത്? കൊച്ചുറങ്ങുവാടി, നീ വല്ലതും കഴിക്കുക. ചേച്ചി, ഞാനിപ്പോൾ കഴിക്കുന്നില്ല, ഞാൻ കൊച്ചിനെ അടി ഉറങ്ങുമല്ലടി, ഏൽപ്പിക്കണ്ട. എനിക്ക് ഏൽപ്പിക്കണം, എനിക്ക് കൊച്ചിനെ എടുക്കണം. എന്നാൽ ആയിക്കോട്ടെ. ഇവിടെ ഒന്ന് കൊച്ചിനെ ഒരു തരത്തിൽ എഴുന്നേപ്പിച്ചിട്ട് ഇവളൊന്നും കഴിക്കാതെ വീടിൻ്റെ മുന്നിലുള്ള കാർ പോർച്ച് പോയി കളിപ്പീരാണ്, കൊച്ചിനെ കളിപ്പീരാണ്, ഭയങ്കര കളിപ്പീര്. ഇവളുടെ പ്രധാനപ്പെട്ട പരിപാടിയാണ് കൊച്ചിനെ മുകളിലേക്ക് ഇട്ടുപിടിക്കുക. ഇവളെപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ്, മുകളിലേക്ക് കൊച്ചിനെ ഇട്ടുപിടിക്കുക. കൊച്ചിന് വലിയ സന്തോഷമുള്ള കാര്യമാണത്. പ്രിയപ്പെട്ടവരെ, ഇവള് കൊച്ചിനെ കൊഞ്ചിപ്പിക്കുന്നു, ചിരിപ്പിക്കുന്നു, കളിപ്പിക്കുന്നു, ലാളിക്കുന്നു. ഇതിനിടയിൽ പതുപോലെ കൊച്ചിനെ മുകളിലേക്ക് ഇട്ടുപിടിക്കുകയാണ്. ഒരു തവണ ഇട്ടുപിടിച്ചു. അവൻ്റെ ചിരി, 1 വയസ്സിൽ താഴെ പ്രായമുള്ളെങ്കിലും ഒരു 2 വയസ്സുകാരൻ്റെ ശാരീരിക വലിപ്പവും വികൃതിയൊക്കെ ഉണ്ട് അവന്. പ്രിയപ്പെട്ടവര്, ഈ ഇട്ടുപിടിക്കുന്ന സമയത്തൊക്കെ കുഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുക, ഇവളും ഒപ്പം തന്നെ. അടുത്തൊരു സമയത്ത് ഇവൾ മുകളിലേക്ക് കുഞ്ഞിനെ ഇട്ടുപിടിച്ചു. അവൾ പറയാം, ചേട്ടോ ഒരു കുതിർച്ച, അവൻ്റെ ആ ഒരു വികൃതി കൊണ്ടായിരിക്കാം, ഒരു കൈ നിന്നില്ല. തലയുടെ പുറകടിച്ചതേ ഈ തറയിലേക്ക് ഒറ്റ വീഴ്ചയാണ്. വലിയൊരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടപ്പോൾ തന്നെ കൊച്ച് ഇങ്ങനെ ഒരു ശബ്ദം കേൾപ്പിച്ചു. പെട്ടെന്ന് കൊച്ചിനെ വാരിയെടുത്തപ്പോൾ കൊച്ചിൻ്റെ കണ്ണൊക്കെ മറിഞ്ഞ് നെറുകിലേക്ക് കയറി പോകുന്നു. കൊച്ചിൻ്റെ കൈയും കാലൊക്കെ ഇങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ പോകുന്നു. നമുക്ക് ഭയങ്കര പരിഭ്രാന്തിയെ. മിണ്ടെ കൊന്നളയും, കൊച്ചിനെങ്ങാനും വല്ലതും പറ്റിയെന്ന് പറഞ്ഞാൽ കൊന്നളയും. അതാണ് വീട്ടിലെ അത്ര സ്നേഹിച്ചുണ്ടായ കൊച്ചാ, അതുപോലെ നോക്കുന്ന കൊച്ചാ. ഇവക്ക് അത്യാവശ്യം ചെയ്യാവുന്ന കാര്യമൊക്കെ ചെയ്തു. ടാപ്പിൽ നിന്ന് വെള്ളം എടുത്ത് മുഖത്തൊക്കെ ഒന്ന് ഒഴിച്ചു, ഒന്ന് കുലുക്കി തട്ടി നേരെയൊക്കെ നോക്കി. എവിടെ? കൊച്ചിങ്ങനെ വാടി തളർന്നു കിടക്കുക. പെട്ടെന്ന് വിളിച്ചു, ചേച്ചി ഓടിവായോ, കൊച്ചിന് എന്താണ് പ്രശ്നം? കൊച്ചു താഴെ ഒന്ന് പോയായിരുന്നു. പുള്ളിക്കാരത്തെ നോക്കിയപ്പോൾ ആകെ പ്രശ്നം. പെട്ടെന്ന് ഇവളുടെ ആങ്ങളെ, ഈ സഹോദരിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു. പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് വണ്ടിയെടുത്ത് ആശുപത്രി ചെന്നു. പെട്ടെന്നൊരു തീവ്രമായൊരു ചികിത്സ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഡോക്ടേഴ്സ് നടത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർ പറഞ്ഞു, ഐ ആം വെരി സോറി, സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊച്ചു മരിച്ചിട്ടുണ്ടാവണം. ഇനിയാണ് ആ കുട്ടിയുടെ ജീവിതത്തിലെ ദുരന്തങ്ങൾ. അവൾ പറയാണ്, ചേട്ടാ ഈ ന്യൂസ് കേട്ടത് എൻ്റെ ചേട്ടൻ ചേച്ചി ഭ്രാന്തളയ പോലെയായി. അവരുടെ നിയന്ത്രണം എല്ലാം നഷ്ടപ്പെട്ടു.
അവരെന്താ കാണിക്കുന്ന അറിയത്തില്ല. ആശുപത്രിയിലെ സകല സാധനങ്ങൾ അവർ തല്ലിപ്പൊട്ടിക്കാൻ തുടങ്ങുവാണ്, എല്ലാം തകിടം മറിക്കുകയാണ്. അവരുടെ നിയന്ത്രണം അങ്ങോട്ട് പോയി. അവരെന്താ കാണിക്കുന്നത് പറയാൻ പറ്റത്തില്ല. അവസാനം അവർക്ക് പറയുന്നുണ്ട്, നിങ്ങളിത് സ്വീകരിച്ച്, ഏതായാലും സംഭവിച്ചു, നിങ്ങൾ ചടങ്ങ് നിങ്ങൾ എപ്പട്ടെ, ഒരു രക്ഷയില്ല. അവസാനം ഈ ചേട്ടാ ഇവള് പറയാണ്, ചേട്ടാ എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് എൻ്റെ മുടിക്കുത്തിരി പിടിച്ച് ഭിത്തിയിലേക്ക് കൊണ്ട് ഒറ്റ അലക്ക. എടി പിശാചേ, നീ എൻ്റെ കൊച്ചിനെ കൊന്നില്ലടി, നിന്നോട് എടുക്കാൻ ആരടി പറഞ്ഞേ, നീ എൻ്റെ കൊച്ചിനെ കൊന്നില്ലടി. അവൾ പറയട്ടെ, ചേട്ടാ ഞാൻ കൊച്ചിനെ കൊല്ലുവോ, പറ ഞാൻ കൊച്ചിനെ കൊല്ലുവോ, നമുക്ക് ഉത്തരവില്ല ഇതിനൊന്നും. അവൾ പറയണ, ചേട്ടാ എല്ലാവരുടെ മുമ്പ് വെച്ച് തന്നെ. അവസാനം ഹോസ്പിറ്റലിലെ സ്റ്റാഫെല്ലാം കൂടി ഈ കുട്ടീനെ പിടിച്ചൊരു മുറിക്കത്തിട്ട് പൂട്ടി. കാരണം ഇതിനെ രക്ഷിക്കണം. ആലമുറയിട്ട് ഭ്രാന്തളെ രണ്ടെണ്ണം കഴിയുകയാണ്. ഇനി വാർത്തകൾ നാട്ടിൽ പരന്നു, വണ്ടികൾ ഇങ്ങോട്ട് വരികയാണ് ഹോസ്പിറ്റലിലേക്ക്, ആൾക്കാർ വരുന്നു. ഇവിടെ പറയാം, ചേട്ടാ എല്ലാം ഒറ്റയ്ക്ക് നേരിട്ടവളാണ് ഞാൻ, ഒറ്റയ്ക്ക് നേരിട്ടവളാണ് ഞാൻ. അതൊക്കെ സഹിക്കാൻ എനിക്ക്. വീട്ടിലൊരു കൊലപാതകിയുടെ മാനസികാവസ്ഥയോടെ ഞാൻ കഴിഞ്ഞു. ഒരാൾ പോലും വന്നിട്ട് എന്നെ കരുണയോടെ നോക്കിയില്ല. ഒരാൾ പോലും വന്നിട്ട് എന്നോട് എന്താടി മോളെ പ്രശ്നം ചോദിച്ചില്ല. ആ അടക്കിൻ്റെയും ആ വിലാപങ്ങളുടെയൊക്കെ സമയത്ത് എല്ലാം ഹൃദയത്തിൽ ഒളിപ്പിച്ചു നിന്നവളാണ് ഞാൻ. അവസാനം എനിക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്തൊരു സംഭവമുണ്ട്. ഈ കുഞ്ഞിൻ്റെ ശവടപ്പിന് വേണ്ടിയിട്ട് സെമിത്തേരി ചെല്ലുകയാണ്. സെമിത്തേരി ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും കുഞ്ഞിനും മുടക്കുകയാണ്. ഈ ചേട്ടയും ചേച്ചിയും കുഞ്ഞിനെ ദേഹത്തേക്ക് മറിഞ്ഞു വീണിട്ട് ആര് പിടിച്ചാലും മാറുന്നില്ല. അത്രയും തകർന്നു പോയി അവര്. ഈ സമയത്ത് ഇവിടെ പറയാം, ചേട്ടാ എല്ലാവരും ഉമ്മ കൊടുത്ത്, എൻ്റെ കൊച്ചല്ലേ എനിക്കൊരു ഉമ്മ കൊടുക്കണ്ടേ, എനിക്ക് കൊടുക്കേണ്ട ഒരു ഉമ്മ. ഞാനും ആ കുഞ്ഞിനൊരു ഉമ്മ കൊടുക്കാൻ വേണ്ടി ആ കുഞ്ഞിന്റെ ശവമഞ്ചത്തിന്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ എൻ്റെ ചേച്ചിയെ വിളിച്ചോളെ, തോറ്റു പോകരുത് ഞാൻ. ഇതാണ് ഞാൻ. ഇപ്പം ഏതാനും മാസങ്ങളായി ഞാൻ പഠിക്കാൻ പോകാറില്ല, ചിരികളിയൊന്നുമില്ല, വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടിയതാണ്. ആരോ പറഞ്ഞു ധ്യാനത്തിന് പോയാൽ വ്യത്യാസം വരുമെന്ന്, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ. ഞാനിപ്പോൾ ഇവിടെ വന്നു. ഞാനിവിടെ കിടന്ന് ചാടണോ, ഞാനിവിടെ കിടന്ന് ചിരിക്കണോ, തലകുത്തി മറിയണോ, പറ. ഞാൻ പറഞ്ഞു, നീ ചിരിക്കണം, നീ ചിരിക്കണം, നീ ചിരിക്കല്ല തലകുത്തി മറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലൊന്നും ട്രിക്കില്ല, നമ്മുടെ കയ്യിൽ ഒരു മരുന്നുമില്ല, ഒരു സൊല്യൂഷനും ഇല്ല. ബട്ട് കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഒന്നും ചെയ്തില്ല, ആരാധനയിൽ ദൈവത്തിലേക്കൊന്ന് കണ്ണ് ഉയർത്താൻ പഠിപ്പിച്ചു, ഒന്ന് ഉള്ളിൽ നിന്നൊന്ന് വിളിക്കാൻ പഠിപ്പിച്ചു. ഈ ഹൃദയഭാരമൊക്കെ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യാൻ, ഒന്ന് കർത്താവിന് കൊടുക്കാൻ ഒന്ന് പറഞ്ഞ് പരിശീലിപ്പിച്ചു. അത്രേ ഉള്ളൂ. ആരാധനയുടെ സമയം കഴിഞ്ഞപ്പോൾ, ആ ആരാധനയുടെ അഭിഷേക സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാട്ടും കൈകൊട്ടൊക്കെ നിർത്തി. ഇതാ ഓർഗൻ സ്റ്റോപ്പ് ചെയ്തു. നോക്കിയപ്പോൾ ഒരു കൊച്ചു കുറെ കിടന്ന് അടിക്കുകയാണ്, കയ്യ് നിലമറന്ന് അവൾ സ്തുതിക്കുകയാണ്. അവൾ പറയുന്നു, എനിക്ക് ദൈവത്തെ സ്തുതിച്ച് മതിയാവുന്നില്ല. അതെ, എനിക്ക് പറയാനുള്ളത് ഈ യേശുവിനെ പറ്റിയാണ്. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചോണ്ട് പോകണം. ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഓരോ കുഞ്ഞുങ്ങളും യേശുവിനെ പിടിച്ചോണ്ട് പോകണം.